ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ഇന്നലെ മുതൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2016 2025 എന്താണ് അങ്ങ് കാണുന്ന വ്യത്യാസം? ഇക്കുറി നിലമ്പൂരിലെ നിലം UDFന് എങ്ങനെയാണ് അനുകൂലമാവുക ശ്രീ ആര്യാടൻ ഷൗക്കത്ത്? വളരെ അനുകൂലമാണ് എന്നത് നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിധികൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നിലമ്പൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് നിലമ്പൂരിൽ കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ. അതിൽ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് നിയോജക മണ്ഡലത്തിൽ വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ വലിയ ഭൂരിപക്ഷമാണ് നിലമ്പൂർ കൊടുത്തത്. കാരണം 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം കൊടുത്തത്. മാത്രമല്ല അതിന് തൊട്ടു മുൻപും അത് കഴിഞ്ഞും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ തിരിച്ചു പിടിക്കാനും മാത്രമല്ല UDFന്റെ സീറ്റുകൾ നിലനിർത്തിയത് തന്നെ വലിയ ഭൂരിപക്ഷത്തിനാണ് നിലനിർത്തിയത്. 67 വോട്ടിനൊക്കെ ജയിച്ച സിറ്റിംഗ് സീറ്റ് 397 വോട്ടിനൊക്കെയാണ് പിന്നീട് ജയിക്കുന്നത്. ഇവിടെ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഒരു UDFന്റെ ഒരു തിരിച്ചുവരവിന് കൃത്യമായ മണ്ണൊരുങ്ങിയിരിക്കുന്നു എന്നത് യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഞങ്ങളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നിയോജകമണ്ഡലം കൺവെൻഷനുകൾ, പഞ്ചായത്ത് കൺവെൻഷനുകൾ, ബൂത്ത് തല കൺവെൻഷനുകൾ, ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കാൻ നമുക്ക് സാധിച്ചു, സ്ക്വാഡ് രൂപീകരിച്ചു. എല്ലാ പ്രവർത്തനങ്ങളും പണ്ടെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് ഈ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസം. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത്, പാലക്കാടിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ, അതായത് മുന്നണി എന്ന് പറഞ്ഞാൽ ഞാൻ PVN വരെ മാറ്റിവെച്ചിട്ടാണ് ഈ പറയുന്നത്, വലിയ അപസ്വരങ്ങളില്ല. ഇന്നലെ താങ്കളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 3 മിനിറ്റിനുള്ളിൽ തന്നെ VS ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. താങ്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസ്, ഒരപശബ്ദവും ഇല്ലാതെ കോൺഗ്രസ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മുന്നണിയിലെ നിലവിലുള്ള ഘടകകക്ഷികളിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതൊരു വലിയ ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നൊരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ്, ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ ഈ കാര്യം. നിങ്ങളോടടക്കം റിപ്പോർട്ടർ ചാനലിനോടടക്കം നമ്മൾ പറഞ്ഞതാണ്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെയാണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാനും ജോയിയും അടങ്ങുന്ന മുഴുവൻ ആളുകളും ഞങ്ങൾ ഒരുമിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് ആര് കാൻഡിഡേറ്റ് ആയാലും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പാർട്ടി ദൌത്യമേൽപ്പിച്ചു. എന്നെ പോലെ തന്നെ യോഗ്യതയുള്ള, സമാനമായ യോഗ്യതയുള്ള, അതേപോലെ തന്നെ അന്ന് അർഹതയുള്ള നിരവധി ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. പക്ഷെ എന്നെയാണ് പാർട്ടി ദൌത്യം ഏൽപ്പിച്ചത്. ആ ദൌത്യം ഞാൻ മാത്രമല്ല പൂർത്തീകരിക്കുന്നത്, ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ടാണ് ആ ദൌത്യം പൂർത്തീകരിക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും നീങ്ങുന്നത്.